നല്ല ആശയമുള്ള ജനപ്രതിനിധികൾ ഉണ്ടെങ്കിൽ നാട്ടിലെ പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. പരസ്പര സഹകരണത്താൽ ആലപ്പുഴ കരുവാറ്റ ഗ്രാമപഞ്ചായത്തിലെ 100ഓളം കുടുംബങ്ങളാണ് ദാഹമകറ്റുന്നത്. വർഷത്തിൽ പലതവണ ജലത്താൽ മുറിവേൽക്കുന്നവരാണെങ്കിലും കുട്ടനാട്ടുകാർക്ക് കുടിവെള്ളം കിട്ടാക്കനിയാണ്. അതിന് പരിഹാരമാണ് ഈ കുടിവെള്ള ടാങ്ക്. 23 ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ചു. അതിൽ ഭൂരിഭാഗവും കുഴൽക്കിണർ കുത്താനേ തികയുമായിരുന്നുള്ളൂ. അപ്പോൾ കിണർ എവിടെ കുത്തുമെന്ന ചോദ്യമുയർന്നു. ഭൂമി സൗജന്യമായി നൽകാൻ ഒരാൾ മുന്നോട്ട് വന്നു. ഈ പ്രദേശത്ത് ഈ പദ്ധതിയായിട്ട് വന്നപ്പോഴത്തേക്ക് വേറെ ആരും കൊടുക്കാനില്ലാത്തതുകൊണ്ടും ഇവിടുത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ടും വെള്ളത്തിനുള്ള ബുദ്ധിമുട്ട് കൊണ്ടുമാണ് നമ്മൾ കൊടുത്തത്. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് വളരെയധികം പ്രയോജനമായിട്ട് നിൽക്കുന്നു. കരുവറ്റ ഗ്രാമപഞ്ചായത്തിലെ 3-5 വാർഡുകളിലുള്ളവരാണ് ജനകീയ കുടിവെള്ള പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. നേരത്തെ ഞങ്ങൾ എന്തും വേണ്ടി കിടന്ന് ബുദ്ധിമുട്ടിയതാണ്. ആറ്റിൽ നിന്ന് വരെ വെള്ളം കൊണ്ടുവന്ന് കുടിക്കുകയും കഞ്ഞി വെക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. പിള്ളേരുടെ കാര്യങ്ങളെല്ലാം ഈ ആറ്റിലെ വെള്ളമായിരുന്നു. ഇപ്പം 2-3 മാസം കൊണ്ട് നല്ല വെള്ളമാണ് ഉപയോഗിക്കുന്നത് കുടിക്കാനും. ഭയങ്കര കഷ്ടപ്പെട്ടാണ് വെള്ളത്തിന് വേണ്ടി. വാട്ടർ അതോറിറ്റിക്കാർ തന്നെ വെള്ളം വന്നിട്ട് 2 വർഷം തന്നിട്ട് അവർ കട്ടാക്കിയിട്ട് ഇപ്പോൾ 5 വർഷമായി. ഇതുവരെ വെള്ളമില്ലാതെ വന്ന് പ്രസിഡന്റിനൊക്കെ സഹായിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്കിപ്പോൾ ഈ വെള്ളം കിട്ടിയത്. കുടിവെള്ള പദ്ധതിയുടെ നടത്തിപ്പും നാട്ടുകാർ തന്നെയാണ്. അറ്റകുറ്റപ്പണിക്കും വൈദ്യുതി ചാർജിനും മറ്റുമായി ഗുണഭോക്താക്കളിൽ നിന്ന് എല്ലാ മാസവും ഒരു ചെറിയ തുക വാങ്ങും. സ്വാഭാവികമായും ജനകീയ കമ്മിറ്റി ഏൽപ്പിക്കുമ്പോൾ അവർ കൃത്യമായി പരിപാലിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനകീയ കമ്മിറ്റി ഏൽപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. വാട്ടർ അതോറിറ്റി ഏൽപ്പിക്കുമ്പോൾ ഭീമമായ ബില്ല് വരും. സ്വാഭാവികമായിട്ടും വാട്ടർ അതോറിറ്റി ഇവിടെ കൃത്യമായി ജലം ലഭിക്കാത്ത, അതിന് മെയിൻ്റനൻസ് ലഭിക്കാത്തയൊക്കെ സ്ഥിതിവിശേഷമുണ്ട്. ആയതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ജനകീയ കമ്മിറ്റി ഏൽപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. നാടൊരുമിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല എന്നതിന് ഉദാഹരണം കൂടിയാണ് ജനകീയ കുടിവെള്ള പദ്ധതി. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട് തത്സമയം. രഘു, നമ്മൾ പറയാറില്ലേ ഒരുമയുണ്ടെങ്കിൽ എന്തും നടക്കുമെന്ന്. ശരിക്കും അത്തരത്തിലൊരു കാഴ്ചയാണ്, ഒരു നാടിന്റെ ഒരുമയുടെ കാഴ്ചയാണ്. അവർക്കൊപ്പം ചേർന്ന് നിന്ന ആ ജനപ്രതിനിധികളും വലിയ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ഒന്നിച്ച് നിന്നാൽ നടക്കാത്തതായി ഒന്നുമില്ല. ആ ഒരു നാടിന്റെ പ്രശ്നം അവർ ഒന്നിച്ച് ചേർന്ന് നിന്നപ്പോൾ കുടിവെള്ളം എന്നൊരു പ്രശ്നമല്ലാതായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സമുദ്രനിരപ്പിൽ താഴെ കൃഷി ചെയ്യുന്ന കുട്ടനാട്ടിൽ കുടിവെള്ളക്ഷാമം ഉണ്ടോ എന്ന് ചില പ്രേക്ഷകർക്കെങ്കിലും സംശയം തോന്നും. യാഥാർത്ഥ്യം, കുട്ടനാട്ടിലെ 90% സ്ഥലങ്ങളിലും കുടിവെള്ളം വലിയ പ്രശ്നമാണ്. കാരണം ഈ തോട്ടിലെയും ആറ്റിലെയും കായലിലെയും ഒന്നും വെള്ളം കുടിക്കാൻ പറ്റത്തില്ല, അത് മലിനമാണ്. കിണർ നമ്മൾ കുത്തിയാലും ഈ വേലിയേറ്റവും വേലിയിറക്കവും ഒക്കെ കാരണം ഒരു വെള്ളമൊക്കെ കയറി ആ കിണർ മലിനമാകും. കുഴൽക്കിണർ കുത്താമെന്ന് വിചാരിച്ചാൽ വലിയ ആഴത്തിൽ കുഴൽക്കിണർ കുത്തണം. അത് സാധാരണക്കാരായ മനുഷ്യർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഈ ജനകീയ കുടിവെള്ള പദ്ധതി കുട്ടനാടിന് വേണമെങ്കിൽ മാതൃകയാക്കാവുന്നതാണ്. ഒരു നാടൊരുമിച്ചാൽ എങ്ങനെയാണ് ഈ കുടിവെള്ള പ്രശ്നം പരിഹരിക്കപ്പെടുക? കാരണം നാട്ടിൻപുറം ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ നാട്ടിൻപുറത്തല്ല, എല്ലായിടത്തും ഉണ്ട് പ്രശ്നം. ഈ ഒരു വീട്ടിൽ നിന്ന് ഒരു പുരയിടത്തിൽ നിന്ന് വേറൊരു പുരയിടത്തിലേക്ക് ഒരു ഓല ചാഞ്ഞു കിടന്നാൽ പോലും വഴക്കിടുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോഴാണ് ഈ മനുഷ്യർ ഒന്നിച്ച്, കാരണം അതിൻ്റെ ഒരു പ്രത്യേകത, സാധാരണ നിലയിൽ നമ്മൾ വാട്ടർ അതോറിറ്റിയുടെയൊക്കെ വെള്ളം എടുക്കുമ്പോൾ ഒരാളുടെ പുരയിടത്തിലൂടെ വലിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഒരു പുരയിടത്തിൽ നിന്ന് മറ്റൊരു പുരയിടത്തിലേക്ക് വെള്ളം എടുക്കാനൊന്നും ആരും സമ്മതിക്കത്തില്ല. മെയിൻ ലൈനിൽ നിന്ന് അവനവൻ്റെ സ്ഥലത്തുകൂടി മാത്രമേ പൈപ്പ് വലിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഇവിടെ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ 100ഓളം കുടുംബങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഒരാളുടെ പുരയിടത്തിൽ നിന്ന് മറ്റൊരാളുടെ പുരയിടത്തിലേക്ക് സ്ഥലത്തേക്കാണ് ഇത് വലിച്ചു പോയിരിക്കുന്നത്. കാരണം അത്രയും കുറച്ച് പൈപ്പ് മതി. അതായത് നമ്മൾ സാധാരണ മെയിൻ റോഡിൽ നിന്ന് ഒരാളുടെ വീട്ടിലേക്ക് വലിക്കുന്നതിന് പകരം ഒരാളുടെ വീട്ടിൽ നിന്ന് തൊട്ടപ്പുറത്തുള്ള വീട്ടിലേക്ക് വലിക്കുമ്പോൾ അത്രയും കുറച്ച് പൈപ്പ് മതി. അതൊക്കെ ഒരു സാമ്പത്തിക ചെലവ് വളരെ കുറച്ചു എന്ന് മാത്രവുമല്ല, ഈ സ്ഥലമാണ് പലപ്പോഴും ഈ വികസന പദ്ധതികൾക്കൊക്കെ ഒരു പ്രശ്നം. ആ ചേട്ടൻ ഒരുപാട് സ്ഥലമുള്ള മനുഷ്യനാണ്. അങ്ങനെ സ്ഥലമുള്ളവരാരും അങ്ങനെ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആ ചേട്ടനും കൂടി പദ്ധതി ഉപകാരപ്രദമാണ്. ഇനി മറ്റൊരാശയം, ഇപ്പോൾ ഇത് നാട്ടുകാരൊക്കെയാണ് ഈ പമ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. രാവിലെ ഒരു 5 മണിയോടുകൂടി അടിക്കും. അപ്പോഴത്തേക്ക് ആളുകളൊക്കെ വാട്ടർ ടാങ്ക് കൊണ്ട് അവിടത്തേക്ക് ജലം ശേഖരിച്ച് വെക്കും. വൈകുന്നേരവും സമാനമായ രീതിയിൽ അടിക്കും. നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് എല്ലാവരും വെള്ളം അവരവരുടെ ടാങ്കിലൊക്കെ ശേഖരിച്ച് കഴിഞ്ഞ് ഓവർഫ്ലോ ആവുന്നതാണ് കണ്ടത്. നല്ല ശുദ്ധമായ വെള്ളമാണ്. ഇങ്ങനെയൊക്കെ, കാരണം കുടിവെള്ള പ്രശ്നം പല സ്ഥലങ്ങളിലും സ്നേഹത്തോടെ ചേർന്ന് നിന്നാൽ എല്ലാ പ്രശ്നവും അവിടെ പരിഹരിക്കാൻ നമുക്ക് കഴിയും. ഒരു നാടിന്റെ ഒരുമയുടെ സ്നേഹ കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടത്.